Hey beautiful souls, you will be here for Agam Talks. This is Anil Levi. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് 10ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പ്രൊജക്ട് ടൈഗർ എന്ന് പറയുന്ന ആ ചാപ്റ്ററിൻ്റെ ഒരു സിംഗിൾ വീഡിയോ ക്ലിപ്പാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇനി അധികം സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. നമുക്കറിയാവുന്നതുപോലെ പ്രൊജക്ട് ടൈഗർ എന്ന് പറയുന്നത് സത്യജിത് റേ എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഫിലിം ഡയറക്ടറിൻ്റെ ഒരു ഓർമ്മക്കുറിപ്പാണ് നമുക്കിവിടെ പഠിക്കാനായിട്ടുള്ളത്. സത്യജിത് റേ എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഫിലിം മേക്കറിൻ്റെ ജനനം 1921 അദ്ദേഹത്തിൻ്റെ മരണം 1992 അദ്ദേഹം ഒരു വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ഇൻഡിപെൻഡൻറ്റ് ഫിലിം മേക്കിങ്ങിലേക്ക് വരാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് ഫ്രഞ്ച് ഫിലിം മേക്കറായിട്ടുള്ള ജോൺ റീനോർ എന്ന് പറയുന്ന വ്യക്തിയും അതുപോലെ വിറ്റോറിയ ഡി സിക്ക എന്ന ഇറ്റാലിയൻ ഡയറക്ടറിൻ്റെ ബൈസിക്കിൾ തീവ്സ് എന്ന 1948 സിനിമ, ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടായിരുന്നു അദ്ദേഹം ഇൻഡിപെൻഡൻറ്റ് സിനിമ അല്ലെങ്കിൽ ആ ഒരു ഫിലിം മേക്കിങ്ങിലേക്ക് കടന്നു വന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു കാലയളവിൽ 36ഓളം സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഫീച്ചർ ഫിലിംസും ഡോക്യുമെൻ്ററീസും ഷോർട്ട് ഫിലിംസും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് 36ഓളം സിനിമകൾ അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഹി വാസ് ഓൾസോ എ ഫിക്ഷൻ റൈറ്റർ. അദ്ദേഹം ഒരു സിനിമാ സംവിധായകൻ എന്ന മേഖലയിൽ മാത്രമായിരുന്നില്ല കഴിവ് തെളിയിച്ചിട്ടുണ്ടായിരുന്നത്, പകരം അദ്ദേഹം ഒരു ഫിക്ഷൻ റൈറ്റർ ആയിരുന്നു, പബ്ലിഷർ ആയിരുന്നു, ഇല്ലുസ്ട്രേറ്റർ ആയിരുന്നു, കാലിഗ്രാഫർ ആയിരുന്നു, മ്യൂസിക് കമ്പോസർ ആയിരുന്നു ആൻഡ് ഫിലിം ക്രിറ്റിക്. അപ്പോൾ അദ്ദേഹം തൻ്റെ കഴിവ് പല മേഖലകളിലൂടെ തെളിയിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് സത്യജിത് റേ എന്ന് പറയുന്നത്. ഹി ഹാസ് ഓൾസോ ഓതേർഡ് സെവറൽ ഷോർട്ട് സ്റ്റോറീസ് ആൻഡ് നോവൽസ്. ധാരാളം ചെറുകഥകളും നോവലുകളും ഒക്കെ എഴുതിയിട്ടുള്ള ഒരു എഴുത്തുകാരൻ, നല്ലൊരു എഴുത്തുകാരൻ കൂടിയാണ് സത്യജിത് റേ എന്ന് പറയുന്ന നമ്മളുടെ ഈ പ്രൊജക്ട് ടൈഗർ എന്ന് പറയുന്ന ആ ഒരു മെമ്മയർ എഴുതിയിരിക്കുന്ന വ്യക്തി. പ്രൊജക്ട് ടൈഗർ. No one can beat Hollywood when it comes to making films with animals in them. ഹോളിവുഡ് സിനിമ ഇൻഡസ്ട്രിയെ, അതായത് ഇംഗ്ലീഷ് സിനിമ ഇൻഡസ്ട്രിയെ മറ്റൊരു സിനിമ ഇൻഡസ്ട്രിക്കും മൃഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സിനിമ ചെയ്യുന്ന കാര്യത്തിൽ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഐ റിമെമ്പർ ഫിലിംസ് ഇൻ മൈ ചൈൽഡ്ഹുഡ്. എന്നിട്ട് സത്യജിത് റേ തൻ്റെ ചെറുപ്പ കാലഘട്ടത്തിൽ കണ്ട കുറച്ച് മൃഗങ്ങൾ അഭിനയിച്ചിട്ടുള്ള സിനിമകൾ ഓർത്തെടുക്കുകയാണ്. ആൻഡ് ദർ വർ ക്വൈറ്റ് എ ഫ്യൂ ഓഫ് ദം. വളരെ കുറച്ച് സിനിമകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ദാറ്റ് ഹാഡ് ആൻ അൽസേഷ്യൻ കോൾഡ് റിൻ ടിൻ ടിൻ. അദ്ദേഹം തൻ്റെ ചെറുപ്പകാലഘട്ടത്തിൽ ഒരു അൽസേഷ്യൻ ഡോഗ് അഭിനയിച്ച സിനിമ ഓർത്തെടുക്കുന്നു. ദീസ് ഡോഗ്സ് ആക്ടിങ് വാസ് മോർ ഇംപ്രസീവ് ദാൻ ഹ്യൂമൻസ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ആ ഒരു ഡോഗിൻ്റെ അഭിനയം എന്ന് പറയുന്നത് ഹ്യൂമൻ ആക്ടേഴ്സിനേക്കാൾ വളരെ ഇംപ്രസീവ് ആയിരുന്നു, അല്ലെങ്കിൽ അതിനേക്കാൾ എത്രയോ ബെറ്റർ ആയിട്ടായിരുന്നു ആ ഡോഗ് അഭിനയിച്ചിരുന്നത്. ലേറ്റർ വി ഗോട്ട് ടു സീ 3 or 4 other films with Collie called Lassie. അതിനുശേഷം 3-4 സിനിമകൾ ഇതേപോലെ തന്നെ ഡോഗ്സ് അഭിനയിച്ചിട്ടുള്ള സിനിമകൾ അദ്ദേഹം കാണുകയുണ്ടായി. It seemed that the director could make Lassie do just about anything. എന്നിട്ട് അദ്ദേഹം പറയാണ്, അതിൽ അഭിനയിച്ചിരിക്കുന്ന ലെസി എന്ന് പറയുന്ന നായയെ കൊണ്ട് എന്ത് വേണമെങ്കിലും ആ ഡയറക്ടേഴ്സിന് ചെയ്യിക്കാൻ വേണ്ടി കഴിയും. കാരണം അത്രത്തോളം ട്രെയിൻഡ് ആയിട്ടുള്ള ആനിമൽസ് ആയിരുന്നു ഹോളിവുഡ് ഫിലിം ഇൻഡസ്ട്രിയിൽ ഉപയോഗിച്ചിരുന്നത്. ദീസ് ട്രെയിൻ ഡോഗ്സ് വർ ഫേമസ് സ്റ്റാർസ് ഇൻ ദെയർ ഓൺ റൈറ്റ്സ്. ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ഈ പറയുന്ന ട്രെയിൻഡ് ആയിട്ടുള്ള ഡോഗ്സൊക്കെ അവരുടെ രീതിയിൽ തന്നെ സൂപ്പർ സ്റ്റാറുകളായിരുന്നു. ആൻഡ് ദ മണി ദ ഏൺ വാസ് നോ ലെസ് ദാൻ വാട്ട് ദ റിയൽ ഫിലിം സ്റ്റാർ ഗോട്ട്. അതുപോലെ തന്നെ അവർക്ക് കിട്ടിയിരുന്ന റെമ്യൂണറേഷൻ, സാലറി എന്ന് പറയുന്നത് സാധാരണ ഹ്യൂമൻ ആക്ടേഴ്സിന് എത്രയായിരുന്നോ സാലറി കിട്ടിയിരുന്നത്, അതേ പൈസ തന്നെ ഈ മൃഗങ്ങൾക്കും അന്ന് സിനിമയിൽ അഭിനയിക്കുന്നതിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ദെയർ ഓണേഴ്സ് കുഡ് ഈസിലി മേക്ക് ആസ് മച്ച് ആസ് 100,000 rupees ഫ്രം ജസ്റ്റ് വൺ ഫിലിം. അപ്പോൾ ഈ ഒരു മൃഗങ്ങളുടെയൊക്കെ ഓണേഴ്സിന് ഒറ്റ സിനിമയിൽ ആ മൃഗങ്ങളെ അഭിനയിപ്പിക്കുന്നതിലൂടെ ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമായിരുന്നു. കാരണം അത്രത്തോളം ട്രെയിൻഡ് ആയിട്ടുള്ള ആനിമൽസിനെയാണ് ഹോളിവുഡ് ഫിലിം ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്നത്. നല്ല റെമ്യൂണറേഷൻ കൊടുത്തിട്ടായിരുന്നു അവയൊക്കെ സിനിമകളിൽ അഭിനയിച്ചിരുന്നത്. I realized how reverently these animal actors were treated when I happened to see the shooting of the film 20 years ago in Disney Studio in Hollywood. 20 വർഷങ്ങൾക്ക് മുൻപ് സത്യജിത് റേ ഡിസ്നി സ്റ്റുഡിയോ വിസിറ്റ് ചെയ്യുകയുണ്ടായി. അങ്ങനെ ഡിസ്നി സ്റ്റുഡിയോയിൽ പോയ സമയത്താണ് അദ്ദേഹത്തിന് ഒരു കാര്യം തിരിച്ചറിയാൻ വേണ്ടി സാധിച്ചത്. എത്ര ബഹുമാനത്തോടു കൂടിയിട്ടാണ് ഹോളിവുഡ് ഫിലിം ഇൻഡസ്ട്രി ഈ മൃഗങ്ങളെയൊക്കെ ട്രീറ്റ് ചെയ്യുന്നത് എന്ന കാര്യം അദ്ദേഹത്തിന് അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത്. ദ മെയിൻ ക്യാരക്ടർ ഇൻ ദിസ് ഫിലിം വാസ് എ ലാർജ് ഡോഗ്. ഇദ്ദേഹം അവിടെ ചെല്ലുന്ന സമയത്ത് ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടായിരുന്നു. ആ സിനിമയിലെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് ഒരു ലാർജ് ഡോഗ്, വലിയൊരു നായയായിരുന്നു. I reached the studio to find that the shooting had not yet started. ഞാൻ ആ സ്റ്റുഡിയോയിലേക്ക് എത്തുന്ന സമയത്ത് ആ ഷൂട്ടിംഗ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ദ ക്യാമറാമാൻ വാസ് ഗെറ്റിംഗ് ദ ലൈറ്റ്സ് റെഡി. ക്യാമറാമാൻ ആണെങ്കിൽ ലൈറ്റൊക്കെ റെഡിയാക്കുന്ന ആ ഒരു തിരക്കിലായിരുന്നു. ഇറ്റ് ഈസ് കസ്റ്റമറി ഫോർ ദ ആക്ടേഴ്സ് ടു ബി പ്രസൻറ്റ് വെൻ ദ ലൈറ്റ്സ് ആർ അറേഞ്ച്ഡ്.
അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു നിർബന്ധമായിട്ട് ചെയ്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ക്യാമറമാൻ ലൈറ്റും ക്യാമറയൊക്കെ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു സീനിൽ അഭിനയിക്കുന്ന ആക്ടേഴ്സ് അതിൻ്റെ മുൻപിൽ പോയി നിന്ന് അതിനെ സഹായിക്കണം എന്നുള്ളത് നിർബന്ധമായിരുന്നു. For they have to show the cameraman how they will walk or they will stand in particular shot. അപ്പോൾ ആ ഒരു ക്യാമറയുടെ മുൻപിൽ പോയി നിന്നിട്ട് അവരെങ്ങനെയാണ് നടക്കുക, അവരെങ്ങനെയാണ് നിൽക്കുക, ആ ഒരു ഷോട്ടിൽ അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കണം, ക്യാമറമാന് കാണിച്ചു കൊടുക്കണം എന്നുള്ളത് നിർബന്ധമായിരുന്നു. ഇൻ ദ കേസ് ഓഫ് വെരി ഫേമസ് സ്റ്റാർസ്, വലിയ വലിയ താരങ്ങളുടെയൊക്കെ ഈ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ജോലി എന്ന് പറയുന്നത് ദിസ് ജോബ് ഈസ് ഡൺ ബൈ ദെയർ സ്റ്റാൻഡിൻസ്. അവരുടെ ഡ്യൂപ്സ് ആയിരുന്നു ഈ ഒരു ജോലി ചെയ്തിരുന്നത്. എ സ്റ്റാൻഡിൻ ഈസ് യൂഷ്വലി എ പേഴ്സൺ ഹു ഈസ് ഫിസിക്കലി സിമിലർ ടു ദ റിയൽ സ്റ്റാർ. അപ്പോൾ ഒരു സ്റ്റാൻഡിൻ അല്ലെങ്കിൽ ഒരു ഡ്യൂപ്പ് എന്ന് പറയുന്നത് റിയൽ സ്റ്റാറിൻ്റെ അതേ ഹൈറ്റും വെയ്റ്റും ഒക്കെ വരുന്ന ആൾക്കാരെയാണ് ഡ്യൂപ്പുകളായിട്ട് ഉപയോഗിച്ചിരുന്നത്. ദ സ്റ്റാർസ് ദംസെൽസ് അറൈവ് ഓൺലി വെൻ ദ ലൈറ്റ്സ് ആർ റെഡി ആൻഡ് ഇറ്റ് ഈസ് ടൈം ടു ടേക്ക് എ ഷോട്ട്. അപ്പോൾ ഈ വലിയ സൂപ്പർ താരങ്ങളൊക്കെ ആ ഒരു ക്യാമറയും ലൈറ്റും ഒക്കെ റെഡിയായി ഷോട്ട് എടുക്കുന്ന സമയമാകുമ്പോൾ മാത്രമാണ് ആ ഒരു ക്യാമറയുടെയും ലൈറ്റിൻ്റെയൊക്കെ മുൻപിലേക്ക് വന്നിരുന്നത്. അതുവരെ അവർ ആ ഒരു ഇപ്പം നമ്മളുടെയൊക്കെ നാട്ടിൽ കാരവനിൽ ഇരിക്കുന്നത് പോലെ അവർ മാറി നിൽക്കും. ഈ ഡ്യൂപ്പുകളായിരുന്നു ഈ ജോലിയൊക്കെ ചെയ്തിരുന്നത്. Here in Disney Studio, I noticed that a few actors were moving about in the set. അപ്പോൾ ഇദ്ദേഹം ആ ഒരു സ്റ്റുഡിയോയിലേക്ക് പോയ സമയത്ത് ക്യാമറമാൻ ലൈറ്റും ക്യാമറയൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് കുറച്ച് ആക്ടേഴ്സ് അതിൻ്റെ മുൻപിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ഓൺ ദ വൺ സൈഡ്, മറ്റൊരു വശത്തായിട്ട് സ്റ്റാൻഡിങ് ക്വയറ്റ്ലി വാസ് ദ പ്രൊട്ടഗോണിസ്റ്റ് ദ സെയിം ലാർജ് ഡോഗ്. ആ കഥയിലെ നായകനായിട്ടുള്ള ആ ലാർജ് ഡോഗ് മാത്രം ഒരു സൈഡിലേക്ക് മാറിയിരിക്കുന്നുണ്ടായിരുന്നു. The cameraman shouted to everyone to take their positions, but the dog remained where it was. എല്ലാവരോടും അവരുടെ പൊസിഷനിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ക്യാമറാമാൻ ഷൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ലാർജ് ഡോഗ് മാത്രം അവിടെ തന്നെ ഇരുന്നു. ദിസ് പസിൽ മീ. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു കൺഫ്യൂഷൻ തോന്നി. കുഡ് ഇറ്റ് ബി ദാറ്റ് ഇറ്റ് വാസ് നോട്ട് റിക്വയർഡ് ഇൻ ദ നെക്സ്റ്റ് ഷോട്ട്? അപ്പോൾ നമ്മുടെ സത്യജിത് റേ സ്വയം ഇങ്ങനെ ചിന്തിച്ചു, ചിലപ്പോൾ അടുത്ത ഷോട്ടിൽ അടുത്ത സീനിൽ ആ ഒരു നായ അഭിനയിക്കുന്നുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കാം അത് മൂവ് ചെയ്യാതെ അവിടെ തന്നെ ഇരിക്കുന്നത് എന്ന് അദ്ദേഹം കരുതി. ബിഫോർ ഐ കുഡ് ആസ്ക് സംവൺ എ സ്ട്രേഞ്ച് തിങ് ഹാപ്പൻഡ്. ഞാനിത് ആരോടെങ്കിലും ചോദിക്കുന്നതിന് മുൻപായിട്ട് തന്നെ ഒരു അപരിചിതമായിട്ടുള്ളൊരു കാര്യം അവിടെ സംഭവിച്ചു. ഫ്രം നോവേ അപ്പിയർഡ് എ ലിറ്റിൽ ഡാഫ്. ഒരു കുള്ളനായിട്ടുള്ള വ്യക്തി അങ്ങോട്ടേക്ക് കടന്നു വന്നു. ഫോളോഡ് ബൈ അനദർ മാൻ ക്യാരിങ് എ ഹെയറി ഡോഗ് സ്കിൻ. അയാളുടെ കൂടെ മറ്റൊരു വ്യക്തി കൂടെ ഉണ്ടായിരുന്നു. അയാളുടെ കയ്യിൽ നായയുടെ ഡ്രസ്സ് പോലെ തോന്നിക്കുന്ന ഒരു കാര്യം അയാളുടെ കയ്യിലുണ്ടായിരുന്നു. Then to my perfect amazement, എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് the dove went down all fours on the chalk mark on the floor. ആ കുള്ളനായ വ്യക്തി അങ്ങോട്ടേക്ക് വന്നിട്ട് 4 കാലിൽ ഒരു നായയെ പോലെ അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ ക്യാമറാമാൻ അവിടെ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ക് മാർക്കിൻ്റെ മുകളിൽ ഒരു നായയെ പോലെ 4 കാലിൽ അതങ്ങനെ നിന്നു. ജസ്റ്റ് ലൈക്ക് ആൻ ആനിമൽ, ഒരു മൃഗത്തിനെ പോലെ. ആൻഡ് ദ ഡോഗ് സ്കിൻ വാസ് ഡ്രാപ്ഡ് ഓവർ ഹിം. കൂടെ കൊണ്ടുവന്ന ആ ഒരു ഡോഗ് സ്കിന്ന് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലിട്ടു. ദ ക്യാമറാമാൻ ഗോട്ട് ബിസി വിത്ത് ദ ലൈറ്റ്സ്. ക്യാമറാമാൻ അപ്പോൾ ക്യാമറയും ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്യുന്ന തിരക്കിലായി. ഇറ്റ് ഫൈനലി ഡോൺഡ് അപ്പോൺ മീ ദാറ്റ് ദിസ് ഡാഫ് വാസ് പെയ്ഡ് ടു ബി ദ ഡോഗ് സ്റ്റാൻഡിൻ. എനിക്ക് അവസാനമാണ് മനസ്സിലായത് ആ കുള്ളനായിട്ടുള്ള വ്യക്തി ആ ഒരു നായയുടെ ഡ്യൂപ്പായിരുന്നു എന്ന കാര്യം എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ മൃഗങ്ങൾക്ക് പോലും ഡ്യൂപ്പുകളെ കൊടുത്തുകൊണ്ട് അത്ര ബഹുമാനത്തോടു കൂടിയിട്ടായിരുന്നു ഈ ഹോളിവുഡ് ഫിലിം ഇൻഡസ്ട്രി മൃഗങ്ങളെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഇൻസിഡൻ്റാണ് സത്യജിത് റേ ഇവിടെ വിവരിക്കുന്നത്. എവ്രി ആനിമൽ ഇൻ ഹോളിവുഡ് ഫിലിം ഈസ് വെൽ ട്രെയിൻഡ്. ഇംഗ്ലീഷ് സിനിമകളിൽ ഉപയോഗിക്കുന്ന ആനിമൽസൊക്കെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യപ്പെട്ട ആനിമൽസാണ്. ഇറ്റ് ഈസ് നോട്ട് ഡിഫിക്കൽട്ട് ടു ട്രെയിൻ എ ഹോഴ്സ് ഓർ ഡോഗ്. ഒരു കുതിരയോ അല്ലെങ്കിൽ ഒരു നായയൊക്കെ ട്രെയിൻ ചെയ്യുക എന്ന് പറയുന്ന അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ബട്ട് ഹാവ് യു എവർ ഹേർഡ് ഓഫ് ട്രെയിൻ റേവൻസ്? പക്ഷേ കാക്കകളെ ട്രെയിൻ ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? നോട്ട് ജസ്റ്റ് 1 or 2, 1 or 2 എണ്ണം അല്ല, ബട്ട് നിയർലി 100 ഓഫ് ദം, 100 കണക്കിന് കാക്കകളെ. ഈവൻ ദിസ് വാസ് മെയ്ഡ് പോസിബിൾ ഇൻ ഹോളിവുഡ്. ഇംഗ്ലീഷ് സിനിമകളിൽ ഇതുപോലും പോസിബിളാണ്. When the creator of some of the best suspense films in the history of cinema, Alfred Hitchcock, decided to make a film called Birds. ഇംഗ്ലീഷ് സിനിമ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ഡയറക്ടറാണ് ആൽഫ്രഡ് ഹിച്ച്കോക്ക് എന്ന് പറയുന്നത്. അദ്ദേഹം ബേർഡ്സ് എന്ന് പറയുന്ന സിനിമ അല്ലെങ്കിൽ ബേർഡ്സ് എന്ന പേരിലുള്ള ഒരു സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ഇൻ ദ സ്റ്റോറി ബേർഡ്സ് ഫ്രം ഓൾ ഓവർ ദ വേൾഡ് സ്റ്റാർട്ട് അറ്റാക്കിംഗ് ഹ്യൂമൻസ്. ആ ഒരു സിനിമയുടെ കഥ എന്ന് പറയുന്നത് ലോകത്തുള്ള പലതരത്തിലുള്ള പക്ഷികൾ മനുഷ്യന്മാരെ ആക്രമിക്കാൻ വേണ്ടി തുടങ്ങുന്നതായിരുന്നു. ഹിച്ച്കോക്ക് നീഡഡ് എ വെറൈറ്റി ഓഫ് ബേർഡ്സ്. ആ സിനിമ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഡയറക്ടറിന് പലതരത്തിലുള്ള പക്ഷികളെ ആവശ്യമായിരുന്നു. ബട്ട് വാട്ട് വാസ് റിക്വയർഡ് ഇൻ ദ ലാർജസ്റ്റ് നമ്പർ വാസ് റേവൻസ്. പക്ഷെ അദ്ദേഹത്തിന് കൂടുതലായിട്ട് ആവശ്യമുണ്ടായിരുന്നത് കാക്കകളെയായിരുന്നു. നോട്ടീസസ് വർ പ്ലേസ്ഡ് ഇൻ ദ പ്രസ് ഓൾ ഓവർ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അമേരിക്കയിൽ എല്ലായിടത്തും നോട്ടീസുകളൊക്കെ പതിച്ചു.
ആസ്കിങ് പീപ്പിൾ ടു കോൺടാക്ട് ദ ഫിലിം മേക്കർ ഇഫ് ദേ ന്യൂ ഹൗ ടു ഗെറ്റ് ഹോൾ ദേ ട്രെയിൻ റേവൻസ്. അതുപോലെ ഒരു മൗത്ത് പബ്ലിസിറ്റിയും കൊടുത്തു. ഹിച്ച്കോക്ക് ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നല്ല ട്രെയിൻ ചെയ്യപ്പെട്ട റേവൻസ് ഉണ്ടെങ്കിൽ ഡയറക്ടറിനെ കോൺടാക്ട് ചെയ്യണമെന്നുള്ള ഒരു മൗത്ത് പബ്ലിസിറ്റി കൂടെ അവിടെ കൊടുക്കുകയുണ്ടായി. Someone replied within a few days. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ഒരാൾ നമ്മളുടെ ഡയറക്ടറിനെ കോൺടാക്ട് ചെയ്തു. He was asked to bring his birds and he arrived with almost 100 trained ravens. അപ്പോൾ ആ ഒരു ആളോട് അദ്ദേഹത്തിൻ്റെ ബേർഡ്സുമായിട്ട് വരാൻ വേണ്ടിയിട്ട് ആൽഫ്രഡ് ഹിച്ച്കോക്ക് പറഞ്ഞു. അങ്ങനെ അയാൾ 100 കണക്കിന് റേവൻസുമായിട്ട് അങ്ങോട്ടേക്ക് വന്നു. അഡ്മിറ്റഡ്ലി സമ്മതിക്കാതിരിക്കാൻ കഴിയില്ല, ദ ട്രെയിനിങ് ഹാഡ് നോട്ട് ഗോൺ വെരി ബാഡ്. അവയ്ക്ക് കിട്ടിയിരിക്കുന്ന ട്രെയിനിങ് എന്ന് പറയുന്നത് അത്ര മോശമായിരുന്നില്ല. ദിസ് ഈസ് ടു സേ ദേ കുഡ് നോട്ട് ഡു എനിത്തിങ് ദാറ്റ് മൈറ്റ് ബി സീൻ എക്സ്ട്രാ ഓർഡിനറി. എന്ന് വെച്ചിട്ട് അതിന് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ട് എന്നല്ല പറഞ്ഞു വരുന്നത്. ബട്ട് ഇഫ് ആസ് മെനി ആസ് 50 റേവൻസ് ആർ ടോൾഡ് ടു പെർച്ച് ക്വയറ്റ്ലി ഇൻ എ റോ ഓൺ സ്പെസിഫൈഡ് സ്പോട്ട്. 50 കാക്കകളോട് ഒരു സ്പോട്ട് കാണിച്ചിട്ട് അവിടേക്ക് പേർച്ച് ചെയ്യാൻ വേണ്ടി ചേക്കേറാൻ വേണ്ടി പറഞ്ഞപ്പോഴേക്കും ആ കാക്കകൾ പറന്ന് ചെന്നിട്ട് ആ പറഞ്ഞ സ്ഥലത്ത് പോയി ഇരുന്നു. ആൻഡ് ഇഫ് ദ ഒബേ ദിസ് കമാൻഡ് ഇൻസ്റ്റൻ്റ്ലി, ഇങ്ങനെ ഒരു കമാൻഡ് കൊടുക്കുമ്പോഴേക്കും ആ പക്ഷികൾ അത് അനുസരിക്കുന്നുണ്ടെങ്കിൽ ഈസ് ഇൻ ദാറ്റ് പ്രെറ്റി ഇംപ്രസീവ്, അത് വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള കാര്യമല്ലേ എന്നാണ് ഹിച്ച്കോക്ക് ചോദിക്കുന്നത്. അപ്പോൾ ഒട്ടും പോസിബിൾ അല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും ഇംഗ്ലീഷ് സിനിമകളിൽ പോസിബിളാക്കി മാറ്റാൻ വേണ്ടിയിട്ട് അവർക്ക് കഴിയും. കാരണം അത്രത്തോളം ട്രെയിൻ ചെയ്യപ്പെട്ട ആനിമൽസിനെ മാത്രമാണ് അവർ സിനിമകളിൽ ഉപയോഗിക്കാറുള്ളത്. ഇനി വരുന്ന പാരഗ്രാഫുകളിൽ അദ്ദേഹം പറയുന്നത് ഇന്ത്യൻ സിനിമകളെക്കുറിച്ചും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള കുറച്ച് എക്സ്പീരിയൻസസ് ഒക്കെയാണ് അദ്ദേഹം ഷെയർ ചെയ്യുന്നത്. നീഡ്ലെസ് ടു സേ, പറയേണ്ട ആവശ്യമില്ല, ഇൻ അവർ ഓൺ കൺട്രി ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ഈസി ടു ഫൈൻഡ് ട്രെയിൻഡ് ആനിമൽസ്. നമ്മളുടെ രാജ്യത്തേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ആനിമൽസിനെ കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു പരിപാടിയാണ്. ഓൾദോ സം ഫിലിംസ് ഹാവ് ബീൻ മെയ്ഡ് ഇൻ ബോംബെ ആൻഡ് മദ്രാസ് ദാറ്റ് ഇൻവോൾവ് വർക്കിംഗ് വിത്ത് എലഫൻറ്റ്, ഹോഴ്സസ് ആൻഡ് ടൈഗേഴ്സ്. അങ്ങനെയൊക്കെ ആണെങ്കിലും ഇന്ത്യൻ സിനിമകളിലും മൃഗങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. ബോംബെയിലും മദ്രാസിലും ഒക്കെ ആയിട്ട് ആനകളെയും കുതിരകളെയും അതുപോലെ കടുവകളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള സിനിമകളൊക്കെ ഇന്ത്യൻ ഫിലിംസിലും സംഭവിച്ചിട്ടുണ്ട്. ദ പെർഫോമൻസ് ഡിഡ് സജസ്റ്റ് ദാറ്റ് ദ വർ യൂസ് ടു ഒബേയിങ് കമാൻഡ്സ്. പക്ഷേ ആ സിനിമകളിലുള്ള ആ മൃഗങ്ങളുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് അതെന്തോ ഒരു കമാൻഡ് അനുസരിക്കുന്നത് പോലെ, ആരെയോ പേടിച്ച് കമാൻഡ് അനുസരിക്കുന്ന പോലെ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ആക്ടിംഗ് ആയിരുന്നു അവരിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇൻ ബംഗാൾ ഇറ്റ് ഈസ് സംടൈംസ് പോസിബിൾ ടു ഫൈൻഡ് ക്ലെവർ ഡോഗ്സ്. വെസ്റ്റ് ബംഗാളിൽ വളരെ ബുദ്ധിശാലികളായിട്ടുള്ള ഡോഗ്സിനെ കിട്ടാനുണ്ട്. പെർട്ടിക്കുലർലി പോലീസ് ഡോഗ്സ്. പ്രത്യേകം പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് ഡോഗ്സ് വിച്ച് ആർ ക്വൈറ്റ് ഇൻ്റലിജൻറ്റ്. വളരെ ബുദ്ധിശാലികളാണ് ഈ പോലീസ് ഡോഗ്സ് എന്ന് പറയുന്നത്. ഈ വൺ ഈസ് പ്രിപ്പയർഡ് ടു ബി പേഷ്യൻറ്റ്. അങ്ങനെ ഒരു ഡോഗിനെ കണ്ടെത്തി നമ്മൾ വളരെ സമാധാനത്തോടുകൂടി ശ്രദ്ധയോടുകൂടിയിട്ട് അതിനെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഓൾ ടുഗദർ ഇമ്പോസിബിൾ ടു ഗെറ്റ് ഗുഡ് പെർഫോമൻസ് ഔട്ട് ഓഫ് ദം ആസ് വി മാനേജ് ടു ഡു വിത്ത് ബുലോ ഇൻ പതേ പാഞ്ചാലി. അപ്പോൾ വളരെ ക്ഷമയോട് കൂടിയിട്ട് ആ ഒരു ഡോഗിനെ നമ്മൾ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവരിൽ നിന്ന് നല്ല പെർഫോമൻസുകൾ നമുക്ക് ലഭിക്കും. അതിനൊരു എക്സാമ്പിൾ അദ്ദേഹത്തിൻ്റെ പതേ പാഞ്ചാലി എന്ന സിനിമയിൽ ബുലോ എന്ന് പറയുന്ന ഒരു ഡോഗിനെ അദ്ദേഹം അഭിനയിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതേപോലെ വളരെ ക്ഷമയോടുകൂടി പരിശീലിപ്പിച്ചിട്ടാണ് ആ സിനിമയിൽ ആ ഒരു ഡോഗിനെ അവർ അഭിനയിപ്പിച്ചിരുന്നത്. യെറ്റ് എ ഡോഗ് മൈറ്റ് ബി ഡിഫിക്കൽട്ട് നോട്ട് ഇമ്പോസിബിൾ ടു ഹാൻഡിൽ. ഒരു നായയെ ട്രെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ളതാണ്, പക്ഷേ അതിനെ ഹാൻഡിൽ ചെയ്യാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. വാട്ട് വാസ് വൺ സപ്പോസ് ടു ഡു ഇഫ് ദർ വാസ് നീഡ് ഫോർ എ ടൈഗർ ഇൻ എ ഫിലിം? അപ്പോൾ ഒരു നായയ്ക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു കടുവയെ ഒരു സിനിമയിൽ ഉപയോഗിക്കേണ്ടി വന്നാൽ അതിന് എത്രത്തോളം ബുദ്ധിമുട്ടുകൾ നമ്മൾ സഹിക്കേണ്ടതായിട്ട് വരും. വി ഹാവ് ടു ഡീൽ വിത്ത് ദിസ് പ്രോബ്ലം ടു. ഞങ്ങൾക്കിങ്ങനെ ഒരു പ്രശ്നത്തെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. വെൻ വി വർ ഷൂട്ടിംഗ് ഗൂബി ഗൈനെ ബാഗാ ബൈനെ, ഞങ്ങൾ ഗൂബി ഗൈനെ ബാഗാ ബൈനെ എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു പ്രശ്നത്തെ ഞങ്ങൾ നേരിടേണ്ടതായി വന്നിട്ടുണ്ടായിരുന്നു. ഇൻ ദ ഫിലിം ഗൂബി ഹു ഈസ് ബാനിഷ്ഡ് ബൈ ദ കിങ് വാണ്ടേഴ്സ് ഇൻ ദ ഫോറസ്റ്റ്. ഈ സിനിമയിൽ ഗൂബി എന്ന് പറയുന്ന ക്യാരക്ടറിനെ രാജാവ് നാട് കടത്തിയിട്ട് അയാളിങ്ങനെ കാട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തിയാണ്. മീറ്റ്സ് ബാഗ ഹു ഈസ് ഓൾസോ ബീൻ ബാനിഷ്ഡ്. അങ്ങനെ കാട്ടിലൂടെ അലഞ്ഞു നടക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ നാട് കടത്തിയ ബാഗ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ കണ്ടുമുട്ടുന്നു. ദേ സീ എ ടൈഗർ ആൻഡ് ഫ്രീസ്. അവർ കണ്ടുമുട്ടുന്ന സമയത്ത് അവിടേക്ക് ഒരു കടുവ കടന്നു വരുന്നതും ഇവർ പേടിച്ച് ഫ്രീസായി പോകുന്നതുമായിട്ടുള്ള ഒരു സീനായിരുന്നു സത്യജിത് റേക്ക് ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നത്. ബട്ട് ദ ടൈഗർ സിംപ്ലി വാക്സ് അബൌട്ട് ഇൻ ദ ഫോറസ്റ്റ്. പക്ഷേ കടുവ ഇവരെ ഒന്ന് നോക്കിയ ശേഷം എന്ത് ചെയ്യുന്നു, ആ ഒരു കാട്ടിലേക്ക് തന്നെ തിരിച്ചു നടന്നു പോകുന്നു. വിതൗട്ട് പേയിങ് ദം സ്ലൈറ്റസ്റ്റ് അറ്റൻഷൻ. വലിയ രീതിയിൽ അവരെ ശ്രദ്ധിക്കാതെ ആ കാട്ടിലേക്ക് കയറി പോകുന്ന കടുവയുടെ ഒരു ഷോട്ടായിരുന്നു ഇവർക്ക് എടുക്കാനായിട്ട് ആ സിനിമയിൽ ഉണ്ടായിരുന്നത്. ഹാവിങ് തോട്ട് ഓഫ് ദ സീൻ ഐ സിംപ്ലി ഹാഡ് ടു ഷൂട്ട് ഇറ്റ്. ഇങ്ങനൊരു സീനിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ തന്നെ അതെങ്ങനെയെങ്കിലും ഷൂട്ട് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചു. ബട്ട് വേർ വി ഗോയിങ് ടു ഫൈൻഡ് എ ടൈഗർ. പക്ഷേ എവിടെ നിന്ന് ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ടൈഗറിനെ കിട്ടുമെന്നുള്ളതായിരുന്നു ഞങ്ങൾ നേരിട്ട ആദ്യത്തെ പ്രശ്നം.
The obvious thing to do was to look in the circus since they were likely to have trained animals. പക്ഷേ അതിനൊരു സൊല്യൂഷൻ കിട്ടി. അതായത് ഇന്ത്യയിൽ നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ആനിമൽസിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ സർക്കസ് കമ്പനികളിൽ നോക്കണം. അവിടെയുള്ള ആനിമൽസ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആനിമൽസ് ആയിരിക്കും. As a matter of fact, one called Bharat Circus was visiting Calcutta at that time and holding shows in Market Square. ഇവരുടെ ഭാഗ്യത്തിനായിരിക്കാം ആ സമയത്ത് കൽക്കട്ടയിൽ മാർക്കസ് സ്ക്വയർ എന്ന് പറയുന്ന സ്ഥലത്ത് ഭാരത് സർക്കസ് എന്ന് പറയുന്ന കമ്പനി അവരുടെ ഷോസ് നടത്തി വരികയായിരുന്നു. വി സെൻഡ് someone to make an appointment with its Tamil manager and then went to meet him one morning. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്രൂ മെമ്പേഴ്സിൽ ഒരാളെ പറഞ്ഞു വിട്ടിട്ട് ആ ഒരു ഭാരത് സർക്കസിൻ്റെ മാനേജറുമായിട്ടൊരു അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്തു. അതിനുശേഷം ഒരു ദിവസം രാവിലെ അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് സത്യജിത്രയും അദ്ദേഹത്തിൻ്റെ ടീമും അങ്ങോട്ടേക്ക് ചെന്നു. ഹി ഗ്രീറ്റഡ് us warmly and ordered South Indian coffee for us. അപ്പോൾ വളരെ ഒരു വാം വെൽക്കമിങ് ആണ് ആ ഒരു ഡയറക്ടറിന് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് ആ മാനേജർ വളരെ ഹാപ്പി ആയിട്ട് അവരെ റിസീവ് ചെയ്തു. അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യൻ കോഫിയൊക്കെ അവർക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തു. ദ മാനേജർ ഹേർഡ് ദ റീസൺ ഫോർ അവർ വിസിറ്റ്. ഞങ്ങളുടെ ആ ഒരു വിസിറ്റിൻ്റെ ഉദ്ദേശം എന്താണെന്നൊക്കെ അദ്ദേഹം കേട്ടു. എന്നിട്ട് ദെൻ സെൻഡ് ഫോർ വൺ മിസ്റ്റർ തോരത്ത് എന്ന് പറയുന്ന ഒരാളെ അങ്ങോട്ട് വിളിപ്പിച്ചു. ഹി ടേൺഡ് ഔട്ട് ടു ബി ദ റിംഗ് മാസ്റ്റർ. അപ്പോൾ മിസ്റ്റർ തോരത്ത് എന്ന് പറയുന്നത് അവിടെ മൃഗങ്ങളെയൊക്കെ ട്രെയിൻ ചെയ്യുന്ന ഒരു ട്രെയിനറായിരുന്നു. ഹി ടു വാസ് എ സൗത്ത് ഇന്ത്യൻ. അദ്ദേഹം ഒരു സൗത്ത് ഇന്ത്യക്കാരനാണ്. വെരി വെൽ ബിൽറ്റ്, നല്ല ശരീരമൊക്കെ ബിൽറ്റ് ചെയ്തിട്ടുള്ള ആൻഡ് വിത്ത് ഫീച്ചേഴ്സ് സംവാട്ട് ലൈക്ക് ദോസ് ഓഫ് നേപ്പാളി. ഒരു നേപ്പാളിയുടെ ലുക്കൊക്കെ ഉള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഹി വാസ് പെർഹാപ്സ് നോ മോർ ദാൻ 40. 40 വയസ്സിന് മുകളിലൊന്നും അദ്ദേഹത്തിന് പ്രായം ഉണ്ടായിരുന്നില്ല. ഹി ഷോഡ് us an old scar on his forearm. അപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ കൈയുടെ മുകളിലുള്ള ഒരു മുറിപ്പാട് ഞങ്ങൾക്ക് കാണിച്ചു തന്നു. വിച്ച് ഹാഡ് ബീൻ കോസ്ഡ് ബൈ എ ടൈഗർ. അദ്ദേഹം ഒരു കടുവയെ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിനുണ്ടായ ഒരു മുറിവായിരുന്നു, ഒരു ഇഞ്ചുറി ആയിരുന്നു അദ്ദേഹം ഞങ്ങൾക്ക് കാണിച്ചു തന്നത്. വി ടോൾഡ് ഹിം വാട്ട് വി വാണ്ടഡ്. അപ്പോൾ മിസ്റ്റർ തോരത്തിനോട് ഞങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത് എന്ന കാര്യം പറഞ്ഞു കൊടുത്തു. ദ ഷൂട്ടിംഗ് വാസ് ടേക്കിംഗ് പ്ലേസ് നിയർ ഷിയൂരി ഇൻ ബീർഭൂം എന്ന് പറയുന്ന ജില്ലയിലെ ഷിയൂരി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്നത്. വി വാണ്ടഡ് ടു ഷോ ദ ടൈഗർ ഇൻ തിക് ബാംബു ഗ്രോ. അങ്ങനെ ഒരു സ്ഥലം സെലക്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ കടുവയെ ഒരു ബാംബു ഗ്രോവിൻ്റെ, അതായത് മുളം കാടുകൾക്കിടയിലായിരുന്നു ഞങ്ങൾക്ക് കാണിക്കാനായിട്ടുണ്ടായിരുന്നത്. ഓൾ ദ ആനിമൽ വാസ് റിക്വയർഡ് ടു ഡു വാസ് come out of the bamboo grove into the open space and pace gently for a while, look at the camera if possible and then go back. എന്നിട്ട് ആ കടുവ എന്താണ് ചെയ്യേണ്ടത് എന്ന കാര്യം കൂടിയിട്ട് മിസ്റ്റർ തോരത്തിന് പറഞ്ഞു കൊടുത്തു. ആ ഒരു മുളം കാടുകൾക്കിടയിൽ നിന്ന് കടുവ പുറത്തേക്ക് നടന്നു വന്നിട്ട് ആ ഒരു ക്യാമറയുടെ മുൻപിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ദൂരം നടക്കണം. എന്നിട്ട് പറ്റുകയാണെങ്കിൽ ആ ക്യാമറയിലേക്ക് നോക്കണം, തിരിച്ച് ആ കാട്ടിലേക്ക് തന്നെ നടന്ന് കയറി പോകണം. Could a tiger from Bharat Circus do this job? മിസ്റ്റർ തോരത്ത് നോഡഡ്. അപ്പോൾ ഈ ഒരു ജോലി ഈ ഭാരത് സർക്കസിലുള്ള കടുവയെ കൊണ്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുമോ എന്ന് മിസ്റ്റർ തോരത്തിനോട് ചോദിച്ചു. അപ്പോൾ മിസ്റ്റർ തോരത്ത് എന്ത് ചെയ്തു? തല കുലുക്കി. ആൻഡ് ഹൗ ലോങ് വിൽ യു നീഡ് ഇറ്റ് ഫോർ ആസ്ക് മാനേജർ. അപ്പോൾ നമ്മളുടെ മാനേജർ ചോദിച്ചു, കടുവയെ തരാം, കടുവ എത്ര ദിവസത്തേക്കാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്? പെർഹാപ്സ് എ കപ്പിൾ ഓഫ് അവേഴ്സ് ഫോർ ദ ഷൂട്ടിംഗ്. അപ്പോൾ നമ്മളുടെ സത്യജിത്രയെ പറഞ്ഞു 2 മണിക്കൂർ നേരത്തേക്കാണ് ഷൂട്ടിംഗ് ഉള്ളത്. ഐ റിപ്ലൈഡ് ബട്ട് that would be in addition to the time it will take to travel to and from Shiuri. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് യാത്രയായിരുന്നു. Then it on being told that the travel itself should no more than 2 days. പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കൽക്കട്ടയിൽ നിന്ന് ഷിവൂരി വരെ എത്താനും ഷിവൂരിയിൽ നിന്ന് തിരിച്ച് കൽക്കട്ടയിൽ എത്താനും ഏകദേശം 2 ദിവസം എടുക്കും. അപ്പോൾ ഈ 2 ദിവസവും പ്ലസ് 2 മണിക്കൂറുമായിരുന്നു ഇവർക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ടായിരുന്നത്. ദ മാനേജർ എഗ്രീഡ്. അങ്ങനെ സമയമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മാനേജർ ഓക്കെ ആയിരുന്നു, അദ്ദേഹം സമ്മതിച്ചു. ടു പുട്ട് ദ ടൈഗർ ഇൻ ഇറ്റ്സ് കേജ് ആൻഡ് സെൻഡ് ഇറ്റ് ഇൻ എ ലോറി. അപ്പോൾ അദ്ദേഹം സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ കടുവയെ അതിൻ്റെ കൂട്ടിലിട്ട ശേഷം ഒരു ലോറിയിൽ കയറ്റി അയക്കാമെന്ന് അയാൾ സമ്മതിച്ചു. ഹി ഇൻവൈറ്റഡ് അസ് ടു ടേക്ക് എ ലുക്ക് അറ്റ് ദ ടൈഗർ. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ആ കടുവയെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളെ ക്ഷണിക്കുകയുണ്ടായി. ഡു യു തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു ബി ഈസി ടു സെറ്റ് ദ ആനിമൽ ഫ്രീ ഇൻ ദ ബാംബു ഗ്രൂവ്? ഐ കുഡൻറ്റ് ഹെൽപ്പ് ആസ്കിങ്. സത്യജിത്ര ആ കടുവയെ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് റിപ്പീറ്റഡ് ആയിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടായിരുന്നു. ആ കടുവയെ തുറന്നു വിടുന്നതുകൊണ്ട് എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നമുണ്ടാകുമോ എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ സംശയം. കാരണം അദ്ദേഹമാണ് ആ ഒരു ഫിലിം ക്രൂവിൻ്റെ ആ ഒരു ഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ രീതിയിലുള്ള റെസ്പോൺസിബിലിറ്റീസും അദ്ദേഹത്തിൻ്റെ ഷോൾഡറിലായിരുന്നു. മിസ്റ്റർ തോരത്ത് ഫ്രോണ്ട് ഈ ചോദ്യം റിപ്പീറ്റഡായി കേട്ട് കഴിഞ്ഞപ്പോൾ മിസ്റ്റർ തോരത്ത് തുറിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു, ഐ എം നോട്ട് ഷുവർ, എനിക്ക് ഉറപ്പില്ല. ഹി റിപ്ലൈഡ്, ഐ ഹാവ് നെവർ ലെറ്റ് ഹിം ഔട്ട് ഓഫ് ഹിസ് കേജ് ഓൺ ഹിസ് ഓൺ, സോ റിയലി ഐ ഡോണ്ട് നോ. ഞാൻ ഇതുവരെ ആ കടുവയെ ആ കൂട്ടിന് പുറത്തേക്ക് വിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അവനിനി പുറത്തേക്ക് തുറന്നു വിട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. വാട്ട് വെർ ഓൾ അവർ പ്ലാൻസ് ഗോയിങ് ടു ഗോ ഡൗൺ ഇൻ ദ ഡ്രെയിൻ. അപ്പോൾ സത്യജിത്രയ്ക്ക് സ്വയം ഇങ്ങനെ ഫീൽ ചെയ്യാൻ തുടങ്ങി. നമ്മൾ ഇത്രയും കാലം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ആ പ്ലാനൊക്കെ വെറുതെ ആയി പോവുകയാണോ എന്ന് അദ്ദേഹത്തിന് തോന്നി.
ഹൗ കുഡ് വി ലെറ്റ് ദ ടൈഗർ ട്രെയിനർ ബി സീൻ വിത്ത് ദ ആനിമൽ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു, അങ്ങനെയാണെങ്കിൽ ആ ഒരു ടൈഗറിൻ്റെ ട്രെയിനറിനെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഷൂട്ട് ചെയ്താൽ എങ്ങനെ ഇരിക്കും. ഹൗ കുഡ് ഗൂബി ആൻഡ് ബാഗ ബി പേർട്ടിഫൈഡ് വിത്ത് ദ ഫിയർ ഇഫ് സപ്പോസ്ലി ഫെറോഷ്യസ് ആനിമൽ വാസ് അക്കമ്പനീഡ് ബൈ എ മാൻ. അപ്പോൾ സത്യജിത്രയ്ക്കാണെങ്കിൽ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ആക്ടിംഗ് ആണ് ആവശ്യം. ആ കടുവയെ കാണുമ്പോൾ ഗൂബിയുടെയും ബാഗയുടെ ഒക്കെ മുഖത്ത് വരുന്ന ആ ഒരു പേടിയാണ് അദ്ദേഹത്തിന് ഷൂട്ട് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ അതിൻ്റെ ട്രെയിനറിനെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഗൂബി ആൻഡ് ബാഗ എന്ന് പറയുന്ന ക്യാരക്ടേഴ്സിന് അത്ര വലിയ ഭയമൊന്നും തോന്നില്ല. നോ, വി കുഡ് നോട്ട് അലൗ ദാറ്റ് ടു ഹാപ്പൻ. അപ്പോൾ അദ്ദേഹം രണ്ട് കാര്യങ്ങളാണ് അവിടെ തീരുമാനിച്ചത്. കടുവയെ കൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിക്കരുത്, അതുപോലെ തന്നെ നല്ല രീതിയിൽ ഓർഗാനിക് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ആർട്ടിഫിഷ്യൽ അല്ലാത്ത രീതിയിലുള്ള ഒരു ഷൂട്ടിംഗ് അദ്ദേഹം നടത്താൻ വേണ്ടിയിട്ട് അവിടെ തീരുമാനിച്ചു. ഇങ്ങനൊരു ഭയം നമ്മളുടെ സത്യജിത്രയുടെ മനസ്സിലുണ്ടായ സമയത്ത് മിസ്റ്റർ തോരത്ത് അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുകയായിരുന്നു ചെയ്തത്. മിസ്റ്റർ തോരത്ത് ഫൗണ്ട് എ സൊല്യൂഷൻ. അദ്ദേഹം ഒരു പരിഹാരം കണ്ടെത്തി. ഐ വിൽ ടൈ എ വയർ റൗണ്ട് ദ ടൈഗേഴ്സ് നെക്ക്, ഇറ്റ് വിൽ ബി തിൻ ബട്ട് സ്ട്രോങ്. അങ്ങനെയാണെങ്കിൽ കടുവയുടെ കഴുത്തിൽ ഒരു തിന്നായിട്ടുള്ള പക്ഷേ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വയറ് കൊണ്ട് കെട്ടാമെന്ന് അവർ തീരുമാനിച്ചു. നമ്മൾ ഈ പശുവിനെയൊക്കെ കെട്ടുന്നത് പോലെ അതിൻ്റെ കഴുത്തിലൊരു വയറിട്ട് കെട്ടാമെന്നവർ തീരുമാനിച്ചു. ഇഫ് ദ വയർ വാസ് തിൻ ഇനഫ്, ആ ഒരു വയറ് തിന്നായതുകൊണ്ട് തന്നെ, അധികം കട്ടിയില്ലാത്തത് കൊണ്ട് തന്നെ, പെർഹാപ്സ് ഇറ്റ് വുഡ് റിമൈൻ ഇൻവിസിബിൾ ടു ദ ക്യാമറയിൽ അത്ര തെളിഞ്ഞ് കാണില്ല അത്. ബട്ട് ഇറ്റ് വാസ് ലൈക്ലി ദ ഹെയർ ഓൺ ദ ടൈഗേഴ്സ് നെക്ക് വുഡ് ബി ഫ്ലാറ്റൻഡ് ബൈ ദ വയർ. പക്ഷേ അത് കെട്ടിക്കഴിയുമ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ കടുവയുടെ ശരീരത്തിലുള്ള ആ ഒരു ഹെയർ ഫ്ലാറ്റൻഡ് ആയി പോകുമെന്നുള്ളൊരു പ്രശ്നമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. വിച്ച് വുഡ് നെവർ ഗിവ് ദ ഓൾ തിങ് എവേ. അങ്ങനെ പറ്റിപ്പോയി കഴിഞ്ഞാൽ ആ ഒരു സിമ്പിളായിട്ടുള്ള ആ ഒരു കാര്യം പോലും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അത് അത്ര നാച്ചുറലായിട്ട് ഷൂട്ട് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കില്ല. വാട്ട് ഇഫ് വി ഫൗണ്ട് എ കോളർ മെയ്ഡ് ഓഫ് ടൈഗർ സ്കിൻ. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ ഇവർ കണ്ടുപിടിച്ചു. കടുവയുടെ അതേ നിറം വരുന്ന ഒരു ബെൽറ്റ് ഉണ്ടാക്കാനാണ് ഇവർ തീരുമാനിച്ചത്. ഫിക്സ് ദ വയർ ടു ദിസ് കോളർ ആൻഡ് ദെൻ ടൈഡ് ഇറ്റ് റൗണ്ട് ദ ടൈഗേഴ്സ് നെക്ക്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു ബെൽറ്റ് ഉണ്ടാക്കിയ ശേഷം ആ ബെൽറ്റിലേക്ക് ഈ വയർ കണക്ട് ചെയ്തിട്ട് അത് കടുവയുടെ കഴുത്തിൽ കെട്ടാമെന്ന് അവർ തീരുമാനിച്ചു. In the village called Nottingham, we found a suitable bamboo grove and to film the first meeting between Gooby and Baga and the appearance of the tiger. അങ്ങനെ ബാംബു ഗ്രോവ് ഉള്ള നോട്ടൻഗ്രാം എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഷൂട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. അവിടെ വെച്ചിട്ട് ഗൂബിയും ബാഗയും കണ്ടുമുട്ടുന്നതും കടുവ വരുന്നതുമായിട്ടുള്ള സീൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി അവിടെ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തു. മിസ്റ്റർ തോരത്ത് റീച്ച് ദ ഷൂട്ടിംഗ് ലൊക്കേഷൻ വിത്ത് ദ ടൈഗർ. ആ ഒരു ലൊക്കേഷനിലേക്ക് മിസ്റ്റർ തോരത്ത് പറഞ്ഞതുപോലെ കടുവയുമായിട്ട് വരികയും ചെയ്തു. There were about 25 people in the location. ഏകദേശം 25ഓളം ആൾക്കാരായിരുന്നു ആ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഉണ്ടായിരുന്നത്. A few local people took our permission to go with us to watch how we tackle the tiger. ആ ഒരു ഗ്രാമത്തിലുണ്ടായിരുന്ന കുറച്ച് ആൾക്കാർ ഷൂട്ടിംഗ് കാണാൻ വേണ്ടി ഞങ്ങളുടെ പെർമിഷൻ എടുത്ത് അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഒരു കടുവയെ ഒരു സിനിമയിൽ അഭിനയിപ്പിക്കുന്നത് എന്ന് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ആഗ്രഹം കൊണ്ടായിരുന്നു അവരങ്ങോട്ടേക്ക് വന്നിരുന്നത്. The cage on the lorry was covered. അപ്പം മിസ്റ്റർ തോരത്ത് കൊണ്ടുവന്ന ആ ലോറി മൊത്തത്തിൽ ഇങ്ങനെ മൂടിയ അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. വെൻ ദ കവർ വാസ് റിമൂവ്ഡ് വി വർ സർപ്രൈസ്ഡ്. ആ കവർ റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആകെ അത്ഭുതപ്പെട്ടു പോയി. ടു സീ നോട്ട് വൺ ബട്ട് 2 വെൽ ഫെഡ് റോബസ്റ്റ് ടൈഗേഴ്സ്. അത്ഭുതപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് 2 കടുവകളുമായിട്ടായിരുന്നു ആ ഒരു മിസ്റ്റർ തോരത്ത് അങ്ങോട്ടേക്ക് വന്നിരുന്നത്. അതും റോബസ്റ്റ്, വളരെ ഹെൽത്തി ആയിട്ടുള്ള 2 ടൈഗേഴ്സ്. I decided to play it safe, Mr. Thorath explained. If one doesn't get it right, we can use the other. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്തിനാണ് 2 കടുവയെ കൊണ്ടുവന്നത് എന്നതിൻ്റെ ആ ഉദ്ദേശം അദ്ദേഹം പറയുകയും ചെയ്തു. അതായത് ഞാനൊരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് 2 കടുവയെ കൊണ്ടുവന്നത്. ഏതെങ്കിലും ഒരു കടുവ നല്ല രീതിയിൽ അഭിനയിച്ചില്ലെങ്കിൽ മറ്റേ കടുവയെ ഉപയോഗിക്കും. ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് പോലെയായിരുന്നു 2ാമത്തെ കടുവയെ അദ്ദേഹം കൊണ്ടുവന്നത്. വി മൗണ്ടഡ് ദി ക്യാമറ ഓൺ ഇറ്റ്സ് ട്രൈപോഡ്. അങ്ങനെ ക്യാമറയൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ട്രൈപോഡിന് മുകളിൽ ക്യാമറയൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ആൻഡ് പ്ലേസ്ഡ് ഇറ്റ് സോ ദാറ്റ് ഇറ്റ് ഫേസ് ദ ബാംബു ഗ്രോവ്. ആ ബാംബു ഗ്രോവിനെ, ആ മുളങ്കാടുകൾ ഫേസ് ചെയ്യുന്ന രീതിയിൽ ക്യാമറയൊക്കെ സെറ്റ് ചെയ്തു. ദ ഓഡിയൻസ് വാസ് ഇൻസ്ട്രക്റ്റഡ് ടു ഗെറ്റ് ബിഹൈൻഡ് ദ ക്യാമറ ആൻഡ് ടു സ്റ്റാൻഡ് ആസ് ഫാർ ആസ് ബാക്ക് പോസിബിൾ. അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഓഡിയൻസിനോട് ക്യാമറയുടെ പിറകിലേക്ക് പരമാവധി ദൂരത്തേക്ക് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു. വി ഹാഡ് ടു സ്റ്റേ റിലേറ്റീവ്ലി ക്ലോസ് ടു ദ ബാംബു ഗ്രൂവ്. പക്ഷേ ക്യാമറാമാനും അതുപോലെ സംവിധായകനും ഒക്കെ ആ ക്യാമറയുടെ അടുത്ത് തന്നെ, ആ ബാംബു ഗ്രോവിനോട് അടുത്ത് തന്നെ നിൽക്കേണ്ടതായിട്ട് വന്നു. ആൻഡ് ഗൂബി ആൻഡ് ബാഗ ടു, ആ ഒരു സീനിൽ അഭിനയിക്കുന്ന ഗൂബിയും ബാഗയും ഒക്കെ ക്യാമറയുടെ അടുത്തായിരുന്നു ഉണ്ടായിരുന്നത്.
ആൻഡ് ഹാഡ് ടു ബി വിത്തിൻ ദ യാർഡ്സ് ഓഫ് ദ ക്യാമറ. ക്യാമറയിൽ നിന്ന് കുറച്ച് ദൂരം മാത്രം മാറിയിട്ടാണ് ഇവരൊക്കെ ഉണ്ടായിരുന്നത്. ഫോർ ഇറ്റ് വാസ് നെസസറി ടു ഹാവ് അറ്റ്ലീസ്റ്റ് വൺ ഷോട്ട് ദാറ്റ് ഷോഡ് ദം ടുഗദർ വിത്ത് ദ ടൈഗർ. അപ്പോൾ ആ ഒരു ഷോട്ട് എടുക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ സത്യജിത്ത് റേ മനസ്സിൽ ഉറപ്പിച്ചൊരു കാര്യം, അറ്റ്ലീസ്റ്റ് ഒരു ഷോട്ടെങ്കിലും, കടുവയുടെ കൂടെയുള്ള ഒരു ഷോട്ടെങ്കിലും അവർക്ക് എടുക്കാൻ സാധിക്കണം എന്ന കാര്യമായിരുന്നു സത്യജിത്ത് റേ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. മിസ്റ്റർ തോരറ്റ്സ് മെൻ ഹാഡ് ഫിക്സ്ഡ് എ 5-foot അയൺ റോഡ് ടു ദ ഗ്രൗണ്ട്. അപ്പോൾ മിസ്റ്റർ തോരത്തിൻ്റെ കൂടെ അസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഒരു സേഫ്റ്റി പ്രിക്കോഷൻ എന്ന രീതിയിൽ അവർ കുറച്ച് 5 അടി ഉയരമുണ്ടായിരുന്ന ഒരു അയൺ റോഡ്, ഇരുമ്പ് വടി അവിടെ ഗ്രൗണ്ടിൽ തറച്ചു വെച്ചു. എബൌട്ട് 30 feet ഫ്രം ദ ഏരിയ വേർ ദ ടൈഗർ വാസ് സപ്പോസ് ടു ടേക്ക് എ വോക്ക്. അപ്പോൾ നമ്മൾ പശുവിനൊക്കെ കെട്ടുന്നത് പോലെ തന്നെ ആ ഒരു ഇരുമ്പ് വഴിയുടെ മുകളിലേക്കാണ് കടുവയെ കെട്ടാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ആകുമ്പോൾ കടുവയ്ക്ക് ഏകദേശം 30 അടി ദൂരം ഇങ്ങനെ ചുറ്റി ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. They took a thin long wire and fixed one end to the collar made of tiger skin that the tiger was already wearing. അപ്പം കടുവയുടെ കഴുത്തിൽ ഓൾറെഡി ഒരു ബെൽറ്റ് ഇട്ടിട്ടുണ്ട്. ആ ബെൽറ്റിലേക്ക് ഒരു തിൻ വയർ കെട്ടിയിട്ടുണ്ട്. ആ വയർ എടുത്തിട്ട് അവർ ആ ഒരു റോഡിൻ്റെ മുകളിൽ, ആ ഇരുമ്പ് വടിയുടെ മുകളിൽ കെട്ടാൻ വേണ്ടിയിട്ട് തുടങ്ങി. ദ അതർ എൻഡ് വാസ് ടൈറ്റ് ഫേംലി ടു ദ വിസിബിൾ പോർഷൻ ഓഫ് ദി അയൺ റോഡ്. ആ ഇരുമ്പ് വടിയുടെ മുകളിൽ ശക്തിയായിട്ട് തന്നെ അവരത് കെട്ടിവെച്ചു. ദ ഡോർ ഓഫ് ദ വൺ ഓഫ് ദ കേജസ് വാസ് അൺഫാസ്റ്റൻഡ്. അങ്ങനെ ഒരു കൂട് അവർ ഓപ്പൺ ചെയ്തു. മിസ്റ്റർ തോരത്ത് കോൾഡ് ഔട്ട് ടു ദ ടൈഗർ. മിസ്റ്റർ തോരത്ത് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന കടുവയെ പുറത്തേക്ക് വിളിച്ചു. ഇറ്റ് റെസ്പോണ്ടഡ് ഓൾമോസ്റ്റ് അറ്റ് വൺസ്. വിളിച്ചപ്പോൾ തന്നെ അത് റെസ്പോണ്ട് ചെയ്തു. അത് പുറത്തേക്ക് വന്നു. സ്പ്രാങ് ഔട്ട് ഓഫ് ഇറ്റ്സ് കേജ് ആൻഡ് ലാൻഡ് ഓൺ ദ ഓപ്പൺ സ്പേസ് ഔട്ട്സൈഡ്. വിളിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അത് ആ കൂട്ടിൽ നിന്ന് ചാടി പുറത്തേക്ക് വന്നു. ആ ഒരു ഓപ്പൺ ഏരിയയിലേക്ക് ചാടി വന്നു. വാട്ട് ഫോളോഡ് വാസ് ടോട്ടലി അൺഎക്സ്പെക്റ്റഡ്. പിന്നീട് സംഭവിച്ച കാര്യങ്ങൾ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരുന്നു. വൺ ലുക്ക് മിസ്റ്റർ തോരസ് സ്റ്റാർട്ടിൽഡ് ആൻഡ് ഹെൽപ്ലെസ് ഫേസ് ടോൾഡ് us that he was taken aback as the rest of us. ഞങ്ങൾ മിസ്റ്റർ തോരത്തിൻ്റെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ അയാൾ ആകെ ഞെട്ടി വിറച്ച്, അതുപോലെ തന്നെ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയിൽ അദ്ദേഹം അങ്ങനെ നിൽക്കുകയായിരുന്നു. ഇനി നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ എന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖഭാവം. ഇൻസ്റ്റെഡ് ഓഫ് വാക്കിംഗ് സെഡേറ്റ്ലി ഇൻ ദ ഡിഗ്നിഫൈഡ് മാനർ. അപ്പോൾ സാധാരണ കടുവകളൊക്കെ നടക്കുന്നത് വളരെ ഗാംഭീര്യത്തോടു കൂടിയിട്ടാണ്. അങ്ങനെ ഗാംഭീര്യത്തോടു കൂടെ നടക്കേണ്ടതിന് പകരമായിട്ട് ദ ടൈഗർ സ്റ്റാർട്ടഡ് പ്രാൻസിങ് അറൗണ്ട് വിത്ത് ട്രെമൻഡസ് എന്തൂസിയാസം. കുറേ കാലമായിട്ട് കൂട്ടിൽ കിടന്ന കടുവയായതുകൊണ്ട് തന്നെ പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു ആകാംക്ഷയോട് കൂടിയിട്ട് ചാടിത്തുള്ളി നടക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. It leapt, it jumped, it rolled about, dragging its poor trainer, who was desperately clutching the wire, tied the tiger's collar in a futile attempt to bring it under control. അപ്പോൾ ഈ കടുവയാണെങ്കിൽ പുറത്തേക്ക് വന്ന ശേഷം ചാടാനും അതുപോലെ തന്നെ മറയാനും ആ പുല്ലിൽ കിടന്ന് ഉരുളാനും ഒക്കെ തുടങ്ങി. അതുപോലെ അതിനെ പിടിച്ചുകൊണ്ടിരുന്ന ട്രെയിനറിനെ വലിച്ചുകൊണ്ട് അത് ഓടാൻ വേണ്ടി തുടങ്ങി. ഹു വാസ് ഡെസ്പറേറ്റ്ലി ക്ലച്ചിങ് ദ വയർ ടൈഡ് ദ ടൈഗേഴ്സ് കോളർ ഇൻ ഫ്യൂട്ടൈൽ അറ്റംപ്റ്റ് ടു ബ്രിങ് ഇറ്റ് അണ്ടർ കൺട്രോൾ. അതിൻ്റെ കഴുത്തിലുള്ള ആ വയർ പിടിച്ച് അത് വലിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. വി സ്റ്റൂഡ് അറൗണ്ട് ഫുളിഷ്ലി. ഞങ്ങൾ മണ്ടന്മാരെ പോലെ ചുറ്റും അത് നോക്കിക്കൊണ്ട് നിന്നു. വാച്ചിങ് എ ന്യൂ ആൻഡ് എ സ്ട്രേഞ്ച് കൈൻഡ് ഓഫ് എ സർക്കസ് വിച്ച് വി വർ ഗെറ്റിംഗ് ടു സീ ഫോർ ഫ്രീ. ആദ്യമായിട്ട് ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള സർക്കസ് ഫ്രീ ആയിട്ട് കാണുന്നത് പോലെ ആ കടുവയുടെ പെർഫോമൻസ് ഞങ്ങൾ നോക്കിക്കൊണ്ട് നിന്നു. ദ ക്യാമറ വാസ് സ്റ്റിൽ സ്റ്റാൻഡിങ് ഓൺ ഇറ്റ്സ് 3 legs. ക്യാമറ ഇപ്പോഴും ആ ട്രൈപോഡിൻ്റെ മുകളിൽ തന്നെ ഇരിക്കുകയാണ്. ആൻഡ് സ്റ്റെയറിംഗ് ഇൻ ടു ദ വുഡ്സ്. ആ ഒരു മുളം കാടുകളെ നോക്കിക്കൊണ്ട്. ബട്ട് ദ ടൈഗർ വാസ് ഷോയിങ് നോ സൈൻ ഓഫ് മേക്കിംഗ് ഇറ്റ്സ് വേ ദേ. പക്ഷേ നമ്മളുടെ കടുവയാണെങ്കിൽ അവൻ്റെ ചാട്ടവും തുള്ളലൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് റെഡിയായി ആ ഒരു ഷൂട്ട് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് അങ്ങോട്ടേക്ക് വരുന്നുമില്ല. അത് ആദ്യമായി പുറത്ത് വന്നതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ അതിങ്ങനെ ഉരുണ്ട് കളിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. വൺസ് ദ ടൈഗർ ഹാഡ് കാം ഡൗൺ. അങ്ങനെ അവസാനം കടുവ ഒന്ന് ശാന്തമായി. വി മാനേജ് ടു ടേക്ക് ദ ഫ്യൂ ഷോട്ട്സ് വി നീഡഡ്. ഞങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് ഷോട്ടുകളൊക്കെ ഞങ്ങൾ എടുക്കുകയും ചെയ്തു. ദിസ് ഷുഡ് ഹാവ് ബീൻ ദ എൻഡ് ഓഫ് ദ സ്റ്റോറി. ഇതായിരിക്കണമായിരുന്നു ഈ കഥയുടെ അവസാനം എന്ന് പറയുന്നത്. ബട്ട് വെൻ വി റിട്ടേൺ ടു കൽക്കട്ട ആൻഡ് ലുക്ക്ഡ് അറ്റ് ദ സീൻസ് വിത്ത് ദ ടൈഗർ. ഞങ്ങൾ കൽക്കട്ടയിലേക്ക് തിരിച്ചു പോയ ശേഷം ഞങ്ങൾ എടുത്ത ഷോട്ടുകളൊക്കെ ഒന്ന് കണ്ടു നോക്കിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. വി റിയലൈസ് ദാറ്റ് ദ ക്യാമറ ഹാഡ് ഫെയിൽ ടു വർക്ക് പ്രോപ്പർലി. ക്യാമറ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന കാര്യത്തിൽ ഫെയിലായി എന്ന കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. ദ ഷോട്ട്സ് വർ ടു ഡാർക്ക്. ഞങ്ങളെടുത്ത ആ ഒരു ഷോട്ട്സ് എന്ന് പറയുന്നത് വളരെ ഡാർക്കായിരുന്നു. So much so that the tiger was merging almost completely with the background of the trees and leaves. നോക്കിക്കഴിഞ്ഞപ്പോൾ ആ ഒരു കടുവയുടെ കളറും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് കളറൊക്കെ ഒരേപോലെ ആയിട്ട് അതിങ്ങനെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കളറിൽ മേർജ് ചെയ്തു പോകുന്നത് അവർക്ക് മനസ്സിലായി. ആൻഡ് വി ഹാഡ് ടു ഷൂട്ട് ദ സീൻസ് ഓൾ ഓവർ അഗെയിൻ. ഈ ഷോട്ടുകളൊക്കെ രണ്ടാമത് ഷൂട്ട് ചെയ്യണമെന്ന കാര്യം അവർക്ക് മനസ്സിലായി.
ആൻഡ് വി സ്പോക്ക് ടു മിസ്റ്റർ തോരത്ത് ആൻഡ് എഗ്രി ടു ഗിവ് ഇറ്റ് അനദർ ഗോ. ഞങ്ങൾ മിസ്റ്റർ തോരത്തിനോട് വീണ്ടും കടുവയെ തരാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു. അദ്ദേഹം അത് സമ്മതിക്കുകയും ചെയ്തു. വി ഫൗണ്ട് അനദർ ബാംബു ഗ്രൂവ് ക്ലോസർ ടു കൽക്കട്ട. അപ്പോൾ അധികം ദൂരം ഒന്നും ട്രാവൽ ചെയ്യാൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ കൽക്കട്ടയ്ക്ക് അടുത്ത് തന്നെയുള്ള മറ്റൊരു മുളങ്കാട് ഇവർ കണ്ടെത്തി. ഇൻ എ വില്ലേജ് കോൾഡ് ബോറൽ. ബോറൽ എന്ന് പറയുന്ന ഒരു ഗ്രാമമായിരുന്നു രണ്ടാമത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ കണ്ടെത്തിയത്. ദ ലോറി അറൈവ്ഡ് വൺസ് മോർ മിസ്റ്റർ തോരത്ത്. അങ്ങനെ ഒരിക്കൽ കൂടി മിസ്റ്റർ തോരത്തിൻ്റെ ആ ലോറി അങ്ങോട്ടേക്ക് ആ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് വന്നു. ദ ടൈഗർ, ദ സ്റ്റീൽ വയർ, ദ സ്പെഷ്യൽ കോളർ ആൻഡ് ദ അയൺ റോഡ്. അപ്പോൾ ആദ്യത്തെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് എന്തൊക്കെയായിരുന്നോ കൊണ്ടുവന്നിരുന്നത് അതേ എക്യുപ്മെൻറ്റ്സോട് കൂടിയിട്ട് രണ്ടാമതും മിസ്റ്റർ തോരത്തും അദ്ദേഹത്തിൻ്റെ ആ ഒരു അസിസ്റ്റൻസും ഒക്കെ അങ്ങോട്ടേക്ക് കടന്നു വന്നു. ആൻഡ് വിത്ത് ദ ലോറി കെയിം വിത്ത് ഓൾ വില്ലേജ്. പക്ഷേ ഇപ്രാവശ്യം അവർ നേരിട്ടൊരു പ്രശ്നം എന്ന് പറയുന്നത് കടുവയെ കൊണ്ടുള്ള പ്രശ്നമായിരുന്നില്ല. പകരം ആ ഗ്രാമത്തിലുള്ള ആൾക്കാർ ആ ലോറിയോട് കൂടിയിട്ട് അങ്ങോട്ടേ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ദ വില്ലേജ് വി ടോൾ ദ വില്ലേജേഴ്സ് ദാറ്റ് ദേ ഷുഡ് സ്റ്റാൻഡ് ഡിസ്റ്റൻസ് ഓഫ് 70 feet. അവിടേക്ക് വന്ന ആ നാട്ടുകാരോട് ഏകദേശം 70 അടി ദൂരത്തേക്ക് മാറി നിൽക്കണം എന്ന കാര്യം ഞങ്ങൾ പറയുകയുണ്ടായി. നോ വൺ പെയ്ഡ് എനി അറ്റൻഷൻ ടു വാട്ട് ദേ വർ ടോൾഡ്. പക്ഷേ ആരും തന്നെ ഞങ്ങൾ പറഞ്ഞ കാര്യം അവർ ശ്രദ്ധിച്ചതേയില്ല. ദ എൻറ്റയർ ക്രൗഡ് മൂവ്ഡ് ആസ് ക്ലോസ് ആസ് ടു ദ ക്യാമറ ആസ് ദേ കുഡ്. അവരെല്ലാവരും ക്യാമറയുടെ അടുത്തേക്ക് ഇടിച്ചു കയറി വരികയാണ് ചെയ്തത്. വി കുഡ് നോട്ട് അഫോർഡ് ടു വേസ്റ്റ് എനി മോർ ടൈം എക്സ്പ്ലെയിനിങ് ആൻഡ് ആർഗ്യൂയിങ്. അപ്പോൾ നാട്ടുകാരോട് ഇനിയും ഒച്ചപ്പാടുണ്ടാക്കി സമയം കളയാൻ അവർക്ക് ഉണ്ടായിരുന്നില്ല. സോ വി ഗോട്ട് ദ ക്യാമറ റെഡി ആൻഡ് സിഗ്നൽ ടു മിസ്റ്റർ തോരത്ത്. അങ്ങനെ ഞങ്ങൾ ക്യാമറയൊക്കെ റെഡിയാക്കിയ ശേഷം മിസ്റ്റർ തോരത്തിന് സിഗ്നൽ കൊടുത്തു. ഹി ഓപ്പൺ ദ ഡോർ ഓഫ് ദ കേജ്. അങ്ങനെ സിഗ്നൽ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം ആ ഒരു കേജിൻ്റെ ഡോറ് ഓപ്പൺ ചെയ്തു. ദ ഇൻസ്റ്റൻറ്റ് ദ ഡോർ ഓപ്പൺഡ് വിത്ത് എ ക്ലാങ്. ഒരു ക്ലാങ് എന്ന് പറയുന്ന ശബ്ദത്തോടു കൂടി ആ ഡോർ ഓപ്പൺ ആയി കഴിഞ്ഞപ്പോൾ ആ ഒരു ടൈഗർ എമേർജ് വിത്ത് എ ലൗഡ് റോർ. വലിയൊരു ശബ്ദത്തോടു കൂടിയിട്ട് അലർച്ചയോട് കൂടിയിട്ട് ആ ഒരു കടുവ പുറത്തേക്ക് വന്നു. ആൻഡ് ചാർജ് സ്ട്രേറ്റ് ആസ് അറ്റ് ദ വില്ലേജേഴ്സ് ഗ്യാതേർഡ് ബിഹൈൻഡ് ദ ക്യാമറ. അവിടെ കൂടിയിരുന്ന ജനക്കൂട്ടത്തിൻ്റെ നടുവിലേക്കായിരുന്നു ആ ഒരു ടൈഗർ എടുത്ത് ചാടിയത്. ദ ക്രൗഡ് കൺസിസ്റ്റിംഗ് ഓഫ് എബൌട്ട് 150 പീപ്പിൾ. ഏകദേശം 150ഓളം ആൾക്കാരായിരുന്നു അവിടെ കൂടി നിന്നിരുന്നത്. മെൽറ്റഡ് അവേ ആസ് ഇഫ് ബൈ മാജിക്. അപ്പോൾ കടുവ അവരുടെ നടുവിലേക്ക് എടുത്ത് ചാടി കഴിഞ്ഞപ്പോൾ ഒരു മാജിക് സംഭവിച്ച പോലെ എല്ലാ ആൾക്കാരും അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ആഫ്റ്റർ ദാറ്റ് ഗ്രേറ്റ് ബേസ്റ്റ് ഓഫ് എനർജി ദ ടൈഗർ കാം ഡൗൺ വെരി ക്വിക്ക്ലി. ആദ്യത്തെ ആ ഒരു അലർച്ചയും ചാട്ടവും ഒക്കെ കഴിഞ്ഞ ശേഷം കടുവ പെട്ടെന്ന് ശാന്തമായി മാറി. ആൻഡ് ലൈക്ക് ആൻ ഒബീഡിയൻറ്റ് ചൈൽഡ്, ഒരു അനുസരണയുള്ള കുട്ടിയെപ്പോലെ ഇറ്റ് വാക്ക്ഡ് ഓവർ ടു ദ സ്പോട്ട് വി ഹാഡ് ചോസൻ. ഞങ്ങൾ സെലക്ട് ചെയ്ത ആ ഒരു സ്പോട്ടിലേക്ക് അത് നടന്നു ചെന്നു. പേസ്ഡ് അബൌട്ട് ക്വൈറ്റ്ലി ആസ് ഇറ്റ് വാസ് റിക്വയർഡ് ടു. ഞങ്ങൾക്ക് എങ്ങനെയായിരുന്നു ആ കടുവയെ കൊണ്ട് ഷൂട്ട് ചെയ്യേണ്ടിയിരുന്നത് അതേപോലെ അത് പ്രിറ്റൻഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ആൻഡ് ദെൻ ആംബിൾ ബാക്ക് ആസ് ഇറ്റ് ത്രൂ ട്രെയിനർ. എന്നിട്ടോ അത് ആ ഒരു ഷോട്ടൊക്കെ എടുത്തു കഴിഞ്ഞ ശേഷം വളരെ അനുസരണയോട് കൂടിയിട്ട് അതിൻ്റെ ട്രെയിനറിൻ്റെ അടുത്തേക്ക് തിരിച്ചു നടക്കുകയും ചെയ്തു. ഈവൻ ദ ക്യാമറ ബിഹേവ് ദിസ് ടൈം വിച്ച് വാസ് റിയലൈസ് 2 days later. ഇപ്രാവശ്യം ക്യാമറയും പ്രോപ്പറായിട്ട് ജോലി ചെയ്തു. അത് ഞങ്ങൾക്ക് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ലേറ്റർ വെൻ വി റിട്ടേൺ ടു കൽക്കട്ട ആൻഡ് സോ ദ സീൻസ് വി ഹാഡ് ഷോട്ട്. ഞങ്ങൾ 2 ദിവസത്തിന് ശേഷം കൽക്കട്ടയിൽ പോയിട്ട് എടുത്ത ഷോട്ടുകളൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇപ്രാവശ്യം ക്യാമറയും പ്രോപ്പറായിട്ട് ജോലി ചെയ്തു എന്ന കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. ഡിയേഴ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞ പ്രൊജക്ട് ടൈഗർ എന്ന് പറയുന്ന ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ ചാനലിൽ ആദ്യമായിട്ടാണ് നിങ്ങളെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടിയിട്ട് ഈ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ദിസ് ഈസ് ആൻഡ് ലിവി സൈനിങ് ഓഫ്.